ക്ഷമിക്കണം ഭാസ്കര. ജയൻ, നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ തെറ്റ് ഞാൻ തിരുത്തും. ജാനുവിനെ ഞാൻ വിവാഹം കഴിക്കും. പിന്നെ നീ അച്ഛനെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം? ഞാൻ ബഹുമാനക്കുറവൊന്നും കാണിച്ചില്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ളൊരു പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അച്ഛനനുസരിക്കലാണ് ഒരു പുത്രന്റെ ധർമ്മം. താതാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും കേട്ടിട്ടുണ്ടോ? അത് ശ്രീരാമനല്ലേ? നിങ്ങൾ എന്തിനാ അവന്റെ മുഖത്ത് ആട്ടുന്നത്? എന്നാ നിന്റെ മുഖത്താട്ടാ. നിങ്ങളിങ്ങനെ വാശി പിടിക്കരുത്. എടി ശങ്കുണ്ണിവനെ വാശി പിടിച്ച് നടത്തിയിട്ടേ ഉള്ളൂ. അച്ഛൻ എന്തു പറഞ്ഞാലും ശരി, ഞാൻ ആ പെണ്ണിനെ വിവാഹം കഴിക്കും. എന്താ? നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലെന്താ? നോക്കിയാലെന്താ? നല്ല സ്ത്രീധനം കിട്ടണം. എനിക്ക് ആവശ്യം പണമാ. കൊറേയൊക്കെ മക്കളുടെ ഇഷ്ടവും നോക്കിയേ പറ്റൂ. പിന്നെ നിങ്ങൾക്ക് അവിടെ വരെ ഒന്ന് പോയി അന്വേഷിച്ചുകൂടെ? അവന്റെ ഇഷ്ടവും നമ്മൾ നോക്കിയില്ലെന്ന് വേണ്ട. ഇന്ന് വരെ നീ പറഞ്ഞത് എല്ലാ അനർത്ഥത്തിലേ കലാശിച്ചിട്ടുള്ളൂ. ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ചോളെ. ഈ പുരയിടം കൂടാതെ മറ്റു വരുമാന മാർഗങ്ങൾ എന്തൊക്കെയുണ്ട്? കുറച്ച് നെൽകൃഷിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. പറഞ്ഞു പോലെ ചോദിക്കാൻ മറന്നുപോയി. കുട്ടികളൊക്കെ ഇവിടെ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കൃഷികാര്യാദികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എത്ര ഏക്കറുണ്ട്? ഏക്കറൊന്നുമില്ല, ഒരു 30 സെന്റ് വരും. കാപ്പു അങ്ങ് പോകാതെ. മോളുടെ പേരെന്താ? ജാനകി. ഞാൻ ജാനു എന്ന് വിളി. ഇന്നത്തെ കാലത്ത് കൂടുതൽ പഠിച്ചതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. എന്നാലും ചോദിക്കണമല്ലോ. മോൾ ഏത് ക്ലാസ് വരെ പഠിച്ചു? ജയൻ ഒന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങളെ കൂടെ ഇറങ്ങി തിരിച്ചത്. അവൾക്ക് സംസാരിക്കാൻ കഴിവില്ല. എന്ന് വെച്ചാൽ അവൾ ഊമയാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണടി? നിന്റെ അല്ലേ മോനെ ഈ നാക്കും മൂക്കും ഇല്ലാത്തതൊക്കെ കിട്ടുള്ളൂ. നിന്റെ ഒക്കെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചാൽ എന്നെ വേണ്ടി അടിക്കാൻ. സ്ത്രീനായകത്വം, ശിശുനായകത്വം, ബഹുനായകത്വം, ഇത് മൂന്നും ഉള്ളടം നശിപ്പാ. ഇവിടെ വസ്തുക്കളെ പുളിങ്കുരു പോലെ കാശെണ്ണി കൊടുത്ത് എന്റെ ചെറുക്കനെ പഠിപ്പിച്ച് നാക്കും മൂക്കും ഇല്ലാത്തതിനെ കെട്ടിക്കാനല്ല. ഇനി അന്ന് പറഞ്ഞ ചെറുക്കനെ ഇവിടെ താമസിപ്പിച്ചത് ഞാൻ ജയേന്ദ്രനല്ല, അവന്റെ തന്തയാ. തന്റെ പെങ്ങള് ജലമാകാതിരിക്കുകയാണെങ്കിൽ ആ പറക്കോട്ട് അന്തിച്ചന്റെ കൊണ്ടിരുത്ത് പണി. എന്റെ കരച്ചില് നീ കാരണമായി ഞാനിതൊക്കെ കേൾക്കേണ്ടി വന്നത്. അച്ഛനമ്മയില്ലാത്ത നിന്നെ ഞാൻ വളരെയധികം താലോചിച്ചു. അതിന്റെ ഫലം എനിക്ക് കിട്ടായി. നീ എന്നെ പറയുന്നു. കാര്യങ്ങളെല്ലാം നീ പറഞ്ഞ പോലെ തന്നെ തീരുമാനിച്ചു. നിന്റെ ഇഷ്ടപ്രകാരം തന്നെ നടക്കട്ടെ. അവരുടെ തറവാട്, ധനസ്ഥിതി, പെരുമാറ്റം എന്ന് വേണ്ട എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പെൺകുട്ടിയാണെങ്കിൽ അതീവ സുന്ദരി, നിനക്ക് ചേർച്ച തന്നെ. പിന്നെ അവളുടെ സംസാര രീതിയാണെങ്കിൽ നമ്മൾ കേട്ടിരുന്നു പോകും. എടാ, ആണും പെണ്ണും കിട്ടവനെ ഒരു കിട്ടിയുള്ളൂ. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ വിവാഹം ഞാൻ നടത്തില്ല. കല്യാണം എനിക്കല്ലേ, അത് ഞാൻ തീരുമാനിച്ചോളാം. ഇനി പണി നീ ചവിട്ടി പോരും. പിന്നെ അത് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്? നീ പോയാ പറഞ്ഞു ചേർത്തല കാളി. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. അച്ഛൻ പറയുന്നതിലും കാര്യമില്ലേ മോനെ? നിനക്ക് ആ പെണ്ണിനെ അല്ലാതെ വേറെ ആരും കിട്ടില്ലേ? എടാ മോനെ ഒന്ന് നിക്കടാ. അമ്മ പറയുന്ന നീ ഒന്ന് കേക്ക്. എന്റെ വാശി നടക്കും, ഞാനും ഒന്ന് നോക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ? അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞുകൂടെ? അമ്മ സമാധാനമായിട്ടിരിക്കും.
എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ കഴിയുമോ? അല്ല, ഈ കിടപ്പിന്റെ അർത്ഥം എന്താടി? എത്ര ദിവസം ഇങ്ങനെ കിടക്കും? ടേക്ക് ഇറ്റ് ഈസി. ഓ, ഒരു പ്രേമം തകർന്നെന്ന് വെച്ച് ഇത്ര ദുഃഖിക്കാൻ എന്തിരിക്കുന്നു? ആട്ടെ, നീ എഴുന്നേറ്റൊന്ന് ഫ്രഷ് ആക. നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. ഞാൻ ഇന്നലെ അത് പറയാൻ മറന്നു. ആ വേണുവിനെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. ബീച്ചിലെ സംഭവത്തിന് ശേഷം അവന്മാരെല്ലാം കൂടെ ചേർന്ന് ആ വേണുവിനോട് ശരിക്കും പകപോക്കി. പോഫല്ലോ. കാരണക്കാരൻ ഞാനെന്നറിയാമല്ലോ. ഞാൻ എന്ത് ചെയ്തു? നിന്നെ സഹായിക്കാൻ വന്നതുകൊണ്ടല്ലേ അയാൾക്ക് ഇതൊക്കെ പറ്റിയത്. നീ അയാളെ പോയി കാണണം. ഇറ്റ്സ് എ മോറൽ ഡ്യൂട്ടി. എഴുന്നേൽക്കൂ, എഴുന്നേക്കൊന്ന്. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ആ അത് പോട്ടെ, നാരങ്ങ മുന്തിരിങ്ങ തുടങ്ങിയ രോഗീയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? അതൊക്കെ മര്യാദക്കാരായ രോഗികൾക്കാ. ആട്ടെ, തല്ലുകൊണ്ടപ്പോ നിന്റെ ഈ കറാട്ടൊക്കെ ഇവിടെ പോയി. കരാട്ടെ എനിക്ക് മാത്രം അറിഞ്ഞാൽ മതിയോ? അവർക്കും അറിയണ്ടേ? നന്ദിനി എന്തിനാ ചിരിക്കുന്നത്? ഓ, എന്റെ ഈ അവസ്ഥ കണ്ടിട്ടായിരിക്കും അല്ലേ? അയ്യോ, അതൊന്നുമല്ല. ഏതായാലും കിട്ടേണ്ടത് കിട്ടിയില്ലേ? ഇപ്പൊ അനുഭവിച്ചോ? അതിരിക്കട്ടെ, ഇപ്പൊ വേദന കുറവുണ്ടോ? ശാരീരികമായ വേദനക്കല്ലേ മരുന്നുള്ളൂ. ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവൻ നമ്മളെ ബോറടിച്ചു കൊല്ലും. നമുക്ക് പോവാം. വേണു റെസ്റ്റ് എടുക്കൂ. ഓക്കെ നന്ദിനി. സോറി, നന്ദി. വീണ്ടും വരിക. ബൈ. ആ ബിന്ദു, കാൽ ശരിക്ക് വെക്കൂ. എവിടെ? 1 2 തെയ്യ തെയ് 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 തെയ്യ തെയ് 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 തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ് തെയ്. ബിന്ദു, കാല് നേരെ വെക്ക്. തെയ്യ തെയ് തെയ്യ തെയ്. ഇത് നന്ദിനി പ്രതീക്ഷിച്ചിരിക്കില്ല. എന്തോ എന്റെ മനസ്സിൽ എഴുതാൻ പ്രേരിപ്പിച്ചു. ഞാൻ നന്ദിനിയെ സ്നേഹിക്കുന്നു. ഐ ലവ് യു. സ്നേഹിക്കാൻ എനിക്കറിയൂ. നന്ദിനി എന്നെ മനസ്സിലാക്കുമോ എന്തോ. പ്രേമലേഖനം എഴുതുന്ന ഭാഷ എനിക്ക് വശമില്ല. ഒരുപാട് പറയാനുണ്ട്. ആരോ പറഞ്ഞതുപോലെ certain things can best be said by being left unsaid. വിരോധമില്ലെങ്കിൽ ഒരു മറുപടി അയക്കുക. Ever you, Venu.